ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സ്കാമിന്റെ കാര്യമാണ്. നമ്മളുടെ മീസുള്ള ക്ലോത്തിങ് ബ്രാൻഡില്, ഹോൾസെയിൽ ക്ലോത്തിങ് ബ്രാൻഡില് നമുക്ക് ഇന്നലെ ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ സ്റ്റാഫാണ് എൻക്വയറി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ട് ഇത്രയും പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പ്രൈസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ ആ ഒരു ചാറ്റ് സൈഡിൽ കൊടുത്തേക്കാം. വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചാറ്റ് അല്ലെ. ചാറ്റിൽ യാതൊരു മിസ്റ്റേക്കും കാര്യങ്ങളും ഒന്നും തന്നെ കാണുന്നില്ല. പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നു. അപ്പം ഇതാണ് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ എന്റെ പേരും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇത്ര ഒരു എമൗണ്ട് ആണ് അയച്ചിട്ടുള്ളത്. ശരിക്കും ഫോൺ പേയിലെ ആ ഒരു ഒറിജിനൽ സ്ക്രീൻഷോട്ട് തന്നെയാണ് അല്ലെ. എന്നാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും. ആള് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഗൂഗിൾ പേയിൽ ഹിസ്റ്ററി കാണാത്തത്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആകാം എന്ന് കരുതാം. പ്രത്യേകിച്ച് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾ അല്ലെ. ഇപ്പം ഏജ് ആയിട്ടുള്ള ആളുകളൊന്നും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും ചെക്ക് ചെയ്യാറൊന്നുമില്ല അല്ലെ. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ കുറച്ച് ടെൻഷൻ ആയിപ്പോയി. കാരണം നമ്മളുടെ അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടില്ല. അവര് ശരിക്കും ഉള്ള ഒരു സ്ക്രീൻഷോട്ട് തന്നെയാണ് നമുക്ക് അയച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ ചാറ്റ് GPT അപ്ലോഡ് ചെയ്തിട്ട് ഇത് ജെന്യുവിൻ ആണോ എന്നൊക്കെ ചോദിച്ച്, അപ്പൊ ചാറ്റ് GPT പറഞ്ഞതും ഇത് ജെന്യുവിൻ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് തന്നെയാണ്, തെറ്റൊന്നും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നോക്കിയാലും എത്ര നോക്കിയാലും ഈ സ്ക്രീൻഷോട്ടിന് ഒരു മിസ്റ്റേക്കും കാണില്ല അല്ലെ. അപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇത് സ്കാം ആണെന്നൊന്നും. ഞാൻ കരുതുന്നത് ബാങ്കിന്റെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആണെന്നാണ് കേട്ടോ. ഞാൻ പക്ഷെ ആളുടെ അടുത്ത് വീണ്ടും സംസാരിച്ചു, ഈ ഒരു എമൗണ്ട് വന്നിട്ടില്ലല്ലോ, ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ആളെന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോവാണ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സ്കാം ആണെന്നുള്ളത്. എന്നിട്ട് അതേ ആള് തന്നെ നമ്മളുടെ വീണ്ടും ജ്വല്ലറി ഹോൾസെയിൽ പോയി വീണ്ടും പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു. ജ്വല്ലറിയുടെ എൻക്വയറി അറ്റൻഡ് ചെയ്യുന്ന വേറെ സ്റ്റാഫാണ്. ആദ്യം 3000 റുപ്പീസിന് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു. 3000 പേയ്മെന്റ് ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് കൊടുത്തു. അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ അവിടെയും ബ്ലോക്ക് ആയിട്ട് പോയി. അടുത്ത സ്റ്റാഫിന്റെ അടുത്ത് പോയിട്ട് വീണ്ടും ജ്വല്ലറി ഐറ്റംസ് ഓർഡർ ചെയ്തു. 4000 സ്ക്രീൻഷോട്ട് അയച്ചു. അതും ഞങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആള് വീണ്ടും നമ്മളുടെ അടുത്ത് നിന്ന് നിർത്തി പോവായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ആളുടെ കോൺടാക്ട് നമ്പർ വരുന്നത്. കോൺടാക്ട് നമ്പർ വെക്കുന്നതിന് നമ്മൾ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ആള് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നോണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ബിസിനസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഒറിജിനൽ സ്ക്രീൻഷോട്ട് പോലെയുള്ള സ്ക്രീൻഷോട്ട് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വന്നിട്ടുണ്ടോ എന്ന് ആ ഒരു ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്ത ശേഷം മാത്രം ഏതൊരു ഓർഡറും നിങ്ങൾ അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒറിജിനൽ പോലെ തന്നെയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.